പഴയ കാർഡ്ബോർഡ് ബോക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ ഇതാ ഒരു പഴയൊരു ബോക്സാണേ, പഴയ ബോക്സാണ്. അതിൽ മുകളിൽ നല്ലതുപോലെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് നമുക്കിതാ ഇതുപോലെ റിമൂവ് ചെയ്യാം ഫസ്റ്റ്. ഇത് ആർക്കും വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരുപാട് കലാവിരുദ്ധമൊന്നും ആവശ്യമില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയി കിട്ടും. കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് അത്രയും നല്ലത്. പിന്നെ അതുപോലെ ഈ സൈഡിലൊക്കെ കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ പഴയ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ അത്ര സ്ട്രോങ് ഒന്നല്ല. അപ്പം ഇതുപോലുള്ള പീസസ് വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചോ വൈറ്റ് ഗ്ലൂ വെച്ചോ ഒട്ടിച്ചിട്ട് ഒന്ന് നല്ലൊന്ന് കട്ടിയാക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എടുക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഈ 4 സൈഡും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ പീസസ് ഇല്ല, അത് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ 4 സൈഡും ഇതുപോലെ വെച്ച് കൊടുക്കാം. നാല് സൈഡും ഞാനിതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസസ് വേണം. അതും ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ അകത്ത് തന്നെ ഞാൻ എടുക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. കുറേ പീസസ് നമുക്ക് ഇതുപോലെ എടുക്കുക. ഞാനിവിടെ ബ്രിക്സിൻ്റെ ആ ഒരു ഡിസൈനില്ല, അതാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പീസസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരേ സൈസിൽ വേണമെന്നില്ല, ചെറുത് വലുതായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പീസസ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താലും മതി, ഇതുപോലെ ചെയ്യണമെന്നില്ല. ഇനി ഇത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുവേ. ഇതൊരു 2 ഇഞ്ച് താഴെ വെച്ചിട്ടാണ് നമുക്കിത് ഒട്ടിക്കേണ്ടത്. ഈ 2 ഇഞ്ച് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്യാം. എല്ലാ സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ആ ബ്രിക്സിൻ്റെ ആ ഒരു ഡിസൈൻ ഇല്ല, അതുപോലെ തന്നെ വെച്ച് കൊടുക്കാൻ നോക്കുക. അതായത് ഒന്നിൻ്റെ താഴെ സ്ട്രെയിറ്റ് ആയിട്ട് വരാതെ ഇതുപോലെ വെച്ച് കൊടുക്കുക. കാർബണിന് മുകളിൽ ഒരുപാട് മോള് വരച്ച് കളിച്ചിട്ടുണ്ട്, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ നമ്മൾ ഇതിൽ പെയിൻ്റൊക്കെ കൊടുക്കുമ്പോൾ അതൊന്നും കാണില്ല. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ചെയ്യണമെന്ന് ആവശ്യമില്ല, ഫുള്ളായിട്ട് ക്ലോത്തിനെ കൊണ്ട് കവർ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം 4 സൈഡിലും ഒരുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ? 4 സൈഡിലും ഒരുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ പെയിൻറ്റ് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻ്റ് ആയാലും മതി. ഈ സൈഡിലേക്ക് ഒന്ന് മാസ്ക് ഇട്ട് വെച്ചിട്ട് കാണാനൊരു ഭംഗിക്ക്, പിന്നെ കുറച്ചൊരു സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ സൈഡിലൊക്കെ. ഇത് കാണും, നമ്മൾ ക്ലോത്ത് ചെയ്തിട്ട് കവർ ചെയ്യുന്നുണ്ട്, എന്നാലും ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാസ്ക് ഇട്ടും വെച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാസ്ക് ടേപ്പ് വെച്ചുള്ള പണിയും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അക്രിലിക് പെയിൻ്റാണ് ചെയ്യുന്നത്. വുഡ് ഫിനിഷിംഗ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വുഡിൻ്റെ ആ ഒരു കളറില്ലേ, ആ ഒരു കളറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റിങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ക്ഷമയോടെ ചെയ്യാൻ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കൊക്കെ ഈ ഒരു ടൈമിൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ കയ്യിൽ കൊടുത്താൽ മതി, അവർ പെട്ടെന്ന് ചെയ്ത് തീർത്തോളൂ.
അവരും ഹാപ്പിയാവും, നമുക്ക് നമ്മുടെ പണി എളുപ്പമാവും. കുറേ ഭാഗമൊക്കെ എൻ്റെ മോളാണ് ചെയ്തത്, ഫത്തു ചെറിയ മോള്. കാരണം ഇത് അവളെ ടോയ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്റ്റോറേജ് ബോക്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വുഡൻ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വുഡിൻ്റെ ആ ഒരു കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻ്റൊക്കെ കൊടുത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്നായില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാർണിഷ് ചെയ്ത് കൊടുക്കുക. വാർണിഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, പിന്നെ നല്ലൊരു ഷൈനിങ്ങും ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ലേ. ഈ അക്രിലിക് പെയിൻറ്റിൽ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു പഴയ ഒരു മാക്സിയാണ്, അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പഴയ ബെഡ്ഷീറ്റ് അതുപോലെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഈ സൈഡൊക്കെ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോവും. കുട്ടികൾ റഫായിട്ട് യൂസ് ചെയ്യുന്നില്ലേ, ടോയ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കളിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഇളകിപ്പോവും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി കബോർഡിലൊക്കെ വെക്കുന്നതാണെങ്കിൽ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്ലോത്ത്സൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാനാണെങ്കിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലത്തെ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നൈറ്റി ശരിക്കും ഇതിന് കറക്റ്റായിട്ട് നല്ലതുപോലെ ഇതിന് ഫിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാം. 4 സൈഡും നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ, അതായത് കാർട്ടൂണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ അത്ര സ്ട്രോങ് ഒന്നുമല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ലെയർ പോലെ കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടി വന്നത്. കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ ഇതുപോലെ 2 ലെയറായിട്ട് കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ 4 സൈഡും ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതാ ആ മാക്സിൻ്റെ കുറച്ച് പീസസ് ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ കാർട്ടൂണിൻ്റെ ബോട്ടം പാർട്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫിനിഷിങ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പും കൂടി നമുക്ക് കിട്ടും. അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്കിതാ ഇതുപോലെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ റിബൺ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റോറേജ് ബോക്സ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും പഴയ കാർഡ്ബോർഡൊക്കെ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടെ നമ്മുടെ കുട്ടികളെയും ഒന്നിച്ച് കൂട്ടുക. അപ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കും, അവരും പഠിക്കുമല്ലോ. സിമ്പിളല്ലേ, പക്ഷെ നല്ല കാണാനും നല്ല അടിപൊളിയാണ്. ഈസി ആയിട്ടൊരു സ്റ്റോറേജ് ബോക്സ് കിട്ടിയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ ഒന്ന് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.